നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം അമ്മയുടെ കൺമുന്നിൽ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് ഭയാനകമായ നെഞ്ചു നീറുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. മകൻ നിതിൻ സാത്വിക്കിന്റെ മരണം കൺമുന്നിൽ കണ്ട അമ്മ വളരെയധികം നടക്കുന്ന ഒരു ഭീകര കാഴ്ചയാണ് ചുറ്റുമുള്ളവർക്കും ആ ഒരു അപകടം സമ്മാനിച്ചത്. അർദ്ധബോധ അവസ്ഥയിലും ആ അമ്മ മകന്റെ പേര് നീട്ടി വിളിക്കുകയാണ്. പ്രത്യേകിച്ച് അമ്മയും മകനും ടൂ വീലറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ബസ് ഇടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. മകൻ മരിച്ചു. ആ ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു വിവരം അമ്മയോട് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉറ്റവരൊക്കെ ആയിരിക്കുന്നത്. നെയ്യാറ്റിൻകര ഗ്രാമത്തിന് സമീപം KSRTC ബസ് കയറിയാണ് മകൻ നിതിൻ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഇത് കണ്ടുകൊണ്ട് നിന്നത് അമ്മയാണ്. അമ്മ വിനീത ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബസ് ഇടിച്ചതിന്റെ ആഘാതത്തിൽ നിയന്ത്രണം തെറ്റി മറിഞ്ഞ സ്കൂട്ടറിൽ നിന്നും തെറിച്ചു വീണ കുട്ടി ബസിന്റെ പിൻചക്രത്തിനടിയിൽ പെടുകയായിരുന്നു. ബസ് അമിത വേഗത്തിലായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം അർദ്ധബോധാവസ്ഥയിലായിരുന്നു വിനീത. ഈ സമയത്ത് കിട്ടു എന്ന് മകനെ വിളിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അർദ്ധബോധാവസ്ഥയിലാണെങ്കിലും മകൻ അപകടം സംഭവിച്ചു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പോൾ മകനെ ആ ഒരു നിമിഷത്തിൽ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റുമുള്ളവർക്ക് എന്ത് മറുപടി നൽകണമെന്ന് പോലും അറിയാത്ത അവസ്ഥ. ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. മകന്റെ മരണവിവരം എങ്ങനെ അറിയിക്കുമെന്ന ഒരു ആശങ്കയാണ് ഉച്ചവരെയൊക്കെ അലട്ടുന്നത്. നിതിൻ സാത്വിക്കിനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കിട്ടു. ഈ അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ പോലും കിട്ടു കിട്ടു എന്ന് ആ അമ്മ ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. നിതിൻ മരിച്ചു എന്ന വിവരം എങ്ങനെ വിനീതയെ അറിയിക്കും? അത് വലിയൊരു കടമ്പ അല്ലെങ്കിൽ വിഷമത്തിലാണ് ബന്ധുക്കൾ. കുഞ്ഞുകുട്ടിയാണ് മരിച്ചത്. അപ്പോൾ വലിയൊരു വിഷമത്തിലായിരിക്കുകയാണ് ഉറ്റവരൊക്കെ. അപകടത്തിൽ പെടുമ്പോൾ വിനീതയും മകനും ഹെൽമറ്റ് ധരിച്ചിരുന്നതാണ്. പെരിങ്കടവിള ബ്ലോക്ക് ഓഫീസിലെ ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസറാണ് നിതിന്റെ പിതാവ് ശിവകുമാർ. നെയ്യാറ്റിൻകര അമരവിള നാരായണപുരം തെരുവ് ലക്ഷ്മി നിവാസിൽ ശിവകുമാറിന്റെ വിനിതയുടെ മകനാണ് നിതിൻ സാത്വിക്. വിനിതയെ ഗുരുതര പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ദേശീയപാതയിൽ നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ഇന്നലെ രാവിലെ 11:30യോടെയാണ് അപകടമുണ്ടായത്. കളിയിക്കാവിള ഭാഗത്ത് നിന്ന് നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് അതേ ദിശയിൽ യാത്ര ചെയ്യുകയായിരുന്ന സ്കൂട്ടറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. നമുക്കറിയാം KSRTC ബസ് അത് പലർക്കും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ടൂ വീലറുകാർക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ വലിയൊരു ഭീതി, ഒരു കാലൻ വരുന്ന ഭീതിയാണ് ഈ KSRTC ബസ്സുകൾ സമ്മാനിക്കുന്നത്. ടൂ വീലർ എന്ന് മാത്രമല്ല മിക്ക വണ്ടികൾക്കും KSRTC ബസ് ഒരു വലിയൊരു പേടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ റോഡുകളുടെ അവസ്ഥയൊക്കെ അറിയാം. വളരെ കുഞ്ഞു റോഡുകളാണ്. ആ കുഞ്ഞു റോഡുകളിൽ കൂടി KSRTC ബസ്സുകൾ പാഞ്ഞു വരുന്ന വരവ് കണ്ടാൽ അക്ഷരാർത്ഥത്തിൽ ഓപ്പോസിറ്റ് വരുന്ന ആളായാലും അല്ലെങ്കിൽ ആ അതേ ദിശയിൽ പോകുന്ന ആളായാലും ഡ്രൈവർ ആയാലും വണ്ടിക്കാരനായാലും ഒന്ന് ഭയക്കും. അമ്മാതിരി സ്പീഡിലാണ് ഓരോ KSRTC ബസ്സും പാഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല വളവുകളിൽ ഓവർടേക്കിംഗ്, KSRTC ഓവർടേക്കിംഗ്, അമിത സ്പീഡ്, ഇതൊക്കെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. KSRTC എന്നതൊരു റോഡിലൊരു വില്ലനായി മാറിക്കൊണ്ടിരിക്കുന്നു. KSRTC ബസ്സുകൾ അല്പം സ്പീഡ് കുറച്ച് പോകണം എന്ന ഒരു ചിന്തയില്ലാതെ ഭയങ്കര സ്പീഡിൽ പോകുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട്. എല്ലാവരെയും പറയുന്നില്ല, പക്ഷെ ചിലരെങ്കിലും അത്തരത്തിൽ അപകടകരമാകുന്ന രീതിയിലാണ് പലപ്പോഴും ആ ബസ്സിനകത്തിരിക്കുന്ന യാത്രക്കാർ വരെ പേടിച്ചു പോകും. ഇത് എന്ത് സ്പീഡാണ്? അത്തരത്തിലാണ് പല KSRTC ബസ്സുകൾ റോഡിലൂടെ മരണപ്പാച്ചിൽ നടത്തുന്നത്. ഒരുപാട് പേർക്ക് അപകടം സംഭവിക്കുന്നു. ഇപ്പോൾ ഈ കുഞ്ഞുകുട്ടിയുടെ ജീവൻ നഷ്ടമായത് അത്തരത്തിലാണ്. ദൃക്സാക്ഷികൾ അടക്കം പറയുന്നത് ഈ വാഹനം വലിയ സ്പീഡിലാണ് വന്നത് എന്നാണ്. മാത്രമല്ല ഈ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. കുഞ്ഞു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു അപകടം പതുങ്ങിയിരിക്കുന്നുവെന്ന് ചിന്തിക്കാൻ മാത്രം കഴിവില്ലാത്തവരാണോ KSRTC ബസ്സിലെ ഡ്രൈവർമാർ എന്ന ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു സ്ഥിരം ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം KSRTC ബസ് എത്രമാത്രം നിയമലംഘനങ്ങൾ നടത്തുന്നു, അതായത് അമിത സ്പീഡ്, ഓവർടേക്ക്, കുഞ്ഞു വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, അങ്ങനെ ഒരുപാട് അപകടകരമായ രീതിയിലാണ് പല ബസ്സുകൾ റോഡിലൂടെ സർവീസ് നടത്തുന്നത്. ഇത് പലർക്കും ജീവൻ ഭീഷണിയാകുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ അപകടം, അത് 7 വയസ്സുകാരനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ജീവനുകൾ പൊലിയാതിരിക്കട്ടെ KSRTC കാരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.